നോക്കുകയാണെങ്കിൽ സിനിമയിലായാലും സ്റ്റേജിലായാലും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് ചേട്ടൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈഫിൽ ചേട്ടൻ കുറച്ച് റിസർവ്ഡ് ടൈപ്പ് ആണോ? ആണ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുന്ന ഒരാളാന്ന് തോന്നുന്നു അല്ലേ? ലിമിറ്റിന്റെ അല്ല, സൗഹൃദങ്ങളും അതിനൊരു ഒരു ലിമിറ്റ് ഇല്ല. ചില ആൾക്കാർ ഒരു കോമഡി പറഞ്ഞ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കോമഡി ഒന്നും പറയാനായിട്ട് നമുക്ക് പറ്റിയൊന്നുമില്ല. അവള് വേറെ ചിന്തയും, എനിക്ക് എൻ്റെ ആയിട്ടൊരു രാഷ്ട്രീയമുണ്ട്, വായനയുണ്ട്, അങ്ങനെയൊക്കെ പോണ ആളാണ്. സ്റ്റേജിലും ടി വിയിലൊക്കെയാണ്, സിനിമയിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കോമഡി പറയണത്. വേഷങ്ങൾ കുറയുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വേഷങ്ങൾ കുറയുമ്പോ തന്നെ നമ്മുടെ സിനിമയിൽ നിന്ന് കിട്ടിയ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടല്ലോ. സൗഹൃദങ്ങൾക്ക് വിൽങ്ങലേക്കുന്ന പോലെ തോന്നി? ഞാൻ ആരോടും ചാൻസ് ചോദിക്കാറില്ല. ചാൻസ് ചോദിച്ചത് സത്യനന്ദിക്കാട് സാറിനോട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചാൻസ് ചോദിക്കുകയും ചെയ്ത് ത്രൂ ഔട്ട് വേഷം തന്നു. ഏത് സിനിമയായിരുന്നു അത്? പുതിയ തീരങ്ങൾ സിനിമയിൽ നിവിൻ പോളിയും ഞാൻ സിദ്ധാർത്ഥും നമിത പ്രമോദും ഒക്കെയായിരുന്നു ഇരുപത്താറുകള്. ചാൻസ് ചോദിക്കാൻ വേണ്ടി പോയി. പിറ്റേ ദിവസം ചാൻസ് തന്നു. പിറ്റേ ദിവസം, ഒരു ദിവസം വൈകിയുള്ളു. അപ്പൊ ചേട്ടാ, സിനിമയിൽ നിന്ന് ചേട്ടൻ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സൗഹൃദങ്ങൾ ആത്മാർത്ഥത നിറഞ്ഞതാന്ന് തോന്നിയിട്ടുണ്ടോ? ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. സിനിമയിൽ വലിയ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരാളോട് ഭയങ്കര അടുപ്പം തോന്നി ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പെരുമാറി എന്നോർത്തിട്ട് അയാളെ തിരിച്ചിങ്ങനെ അതേപോലെ നിൽക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മൾ ഓക്കെയാണ്. എല്ലാവരോടും സ്നേഹവും എൻ്റെ ഒരു പെരുമാറ്റം എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് പെരുമാറണമെന്ന്. അങ്ങനെ കുറെ സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങളൊന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല, എന്നും വിളിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഇടയ്ക്ക് വിളിക്കും. ആരെങ്കിലും ഓവർ ആയിട്ട് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തത് ഓർത്തിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ലൈഫിൽ? ഇല്ല, എന്നെ അങ്ങനെ ചെയ്ത ആൾക്കാരൊന്നുമില്ല. നമ്മൾ നിന്ന് കൊടുക്കാറുമില്ല. ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ നമ്മള്. ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? സൗഹൃദങ്ങൾ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയത്. എൻ്റെ വീട്ടിലും എന്നോട് എൻ്റെ വൈഫ് വഴക്കുണ്ടാക്കണമെങ്കിലും പോലും ഈ സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് വിട്ടിട്ട് പോകും. അത് അന്തിയില്ല പാതിരിയില്ല എന്ന് പറഞ്ഞ പോലെ പോകും. അതിന് ഞാൻ അളവും കോലൊന്നും നിശ്ചയിച്ചിട്ടില്ല. പേടിയിട്ട് പോകും. ആര് വിളിച്ചാലും എന്താവശ്യത്തിനും പോകും. അതില് റിഗ്രറ്റ് തോന്നാൻ കാരണം എന്താ? അതൊരു കാരണം ഉണ്ടായിട്ടല്ല, നമ്മൾ സംഭവിക്കുന്നതാണ്. അങ്ങനെ അതിന്റെ വഴിക്ക് പോയിക്കോളും. അപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം ചേട്ടനാണെങ്കിൽ ഒരു ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചേട്ടൻ കോൺഗ്രസിലെ മെമ്പർ പോലും അല്ല എന്ന് ഒക്കെ പറഞ്ഞ ഒരു സംഭവം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കണം ഒരിക്കലും തോന്നിയിട്ടില്ല? ഒരിക്കലും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കോൺഗ്രസിൽ കൊണ്ടുവന്നൊന്നും അവരൊന്നുമല്ല. എൻ്റെ അച്ഛൻ 10-33 വർഷത്തോളം ഒരു കോൺഗ്രസിലെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. എൻ്റെ ചേട്ടൻ ജോലി കിട്ടണവരെ ആയിരുന്നു. റിട്ടയർഡ് ആയപ്പോൾ വീണ്ടും സജീവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായിരുന്നു KSUവിൻ്റെ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ സേവാദള്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിയമസഭയിൽ മത്സരിച്ച്, അതും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച്. എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഞാനൊരു ചാനലിലെ നിങ്ങളെപ്പോലൊരു ആങ്കറിനോട് ഞാൻ ചൂടായിരുന്നു. അമ്മ സംഘടനയെ പറ്റി നമുക്കറിയാം, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതും വിളിക്കുന്നതും. നമ്മൾ ഈ പണിയെടുക്കാന്ന് പറയുന്ന കാലം കുറയല്ലോ. നമുക്കറിയാം നമ്മളെ എന്താ പറയണത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചോദിക്കണേന്നൊക്കെ അറിയാം. പക്ഷെ അമ്മ സംഘടന ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട്. അത് മറന്നുകൊണ്ടാണ് അമ്മേനെ പറ്റി ആ പെൺകുട്ടി എന്നോട് ചോദിച്ചത്. എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചൂടായതിനാണ് പറഞ്ഞത്. ഇവരൊക്കെ അതിനെക്കാട്ടിയും വലുതൊക്കെ പറയുന്നുണ്ട്. ഉള്ള കാര്യം പറഞ്ഞോളൂ. ചീത്തയൊന്നും പറഞ്ഞൊന്നുമില്ല. ചീത്ത പറയും,
എന്നേ പറഞ്ഞുള്ളൂ. മദ്യപിച്ചിരുന്നു എന്നൊക്കെ ആരോപണങ്ങൾ ഒന്നുമില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. മദ്യപാനമൊക്കെ അവസാനിപ്പിച്ചതാണ്. മദ്യപിച്ചുകൊണ്ട് ആ പെൺകുട്ടിനോട് പറഞ്ഞൊന്നുമല്ല. വിളിച്ചപ്പോ നമുക്ക് ദേഷ്യം കയറി എന്താന്ന് വെച്ചാല്, ഇപ്പൊ നെഹ്റു തന്നെ നല്ല കാര്യം ഒരുപാട് ചെയ്തിട്ട് പഴി കേൾക്കുക എന്ന് പറയില്ലേ, അപ്പൊ നമുക്ക് മാനസികമായിട്ടൊരു ദേഷ്യം വരും. തീർച്ചയായും. അതുകൊണ്ടിട്ടാണ്. അത് ഇപ്പൊ ഞാൻ അമ്മ സംഘടനയല്ല, ഒരു മെമ്പർ മാത്രമാണ്. ഞാൻ എക്സിക്യൂട്ടീവ് പോലും അല്ല. ഈ ലാലേട്ടനും ഇന്നസെന്റേട്ടൻ്റെ വിന്നസെന്റനും മമ്മൂക്കയും ഇവരും ഗണേഷ് കുമാറും അവരും ഒക്കെ ഇരുന്നപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അമ്മയുടെ മെമ്പർമാർക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും അവരുടെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് വീട്ടിൽ കറക്റ്റായിട്ട് വരും. നമ്മൾ ചോദിക്കുക പോലും വേണ്ട. അതേപോലെ ചെയ്യുന്നൊരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടന കുറച്ച് താഴ്ത്തി കുറച്ച് പേര് വന്നിട്ട് അമ്മ അങ്ങനെയാണ് AMM എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭ്രാന്ത് കയറും. അങ്ങനെ പ്രതികരിച്ചു പോയതാണ്. നമുക്ക് നമ്മുടെ നിലപാടുകൾ ഞാൻ എല്ലായിടത്തും കറക്റ്റായിട്ട് പറയാറുണ്ട്. അത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ആ കൊച്ചിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ അല്ലാണ്ട് അതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അത് ചേട്ടൻ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? എന്നെ ബാധിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞപ്പോ വലിയ ഒരു നേതാവാണ്, എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്നും ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണെന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക്. ഇപ്പോഴും അത് ആ പറഞ്ഞത് ഓർത്ത് ഇതില്ല? ഒന്നുമില്ല. അമ്മ സംഘടന എന്താ ചെയ്യണെന്നുള്ളത് അമ്മ സംഘടനയുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല, പുറത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല. അമ്മ സംഘടന ചെയ്യണത് വലിയ കാര്യം തന്നെയാണ്. അതിന് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ചേട്ടൻ ബാലുശ്ശേരി മണ്ഡലത്തിലാണല്ലോ മത്സരിച്ചത്. അപ്പൊ ഇനി എറണാകുളം എവിടെയെങ്കിലും മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എനിക്ക് എറണാകുളത്തൊക്കെ അവസരം കിട്ടിയതാണ്. എങ്ങനെയോ പോയി ബാലുശ്ശേരിയില് ആയിപ്പോയതാണ്. അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 40-45 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ കൈകളിൽ അമ്മാനമാടുന്നൊരു മണ്ഡലമാണ്. അവിടെ ചെന്ന് ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ദുഷ്കരമാണ്. ഒന്ന് വെറുതെ പേടിപ്പിച്ചിട്ട് വന്നു, അത്രേ ഉള്ളു. അന്ന് പിന്നെ മൊത്തത്തില് ഒരു തരംഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. UDF മൊത്തത്തില് അടിപ്പോയ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. കോൺഗ്രസിനെ പറ്റി ചേട്ടൻ ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? സമയത്ത് ഗോളിയാകുക എന്ന് പറയില്ലേ, ഗോളിയാ. ആ സമയത്ത് ഗോളിയാണ്. ആ ടൈമിന് തല്ലുപിടിക്കരുത്. ആ ടൈമിന് കളിക്കാർ തമ്മിൽ തല്ലുപിടിച്ചു കഴിഞ്ഞാൽ അത് സംഘടനയെ ബാധിക്കും, ആ കൂട്ടായ്മനെ ബാധിക്കും. ആ ഒരു കാര്യത്തിൽ കോൺഗ്രസ് എപ്പോഴും പ്രശ്നമാണ്. സമയത്ത് ഒരു തല്ലുപിടുത്തം ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈഗോ വർക്കൗട്ട് ചെയ്ത് കൊണ്ടൊന്ന് അങ്ങനെ ഉണ്ടാവും. കോൺഗ്രസ്സിൽ ഇഷ്ടം പോലെ പ്രതിഭാധനരായിട്ടുള്ള നേതാക്കളുടെ സംഘടനയാണ്. ആരെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ്. അത്രയും നല്ല നേതാക്കൾ ഉണ്ട്. സമയത്ത് തല്ലുപിടിക്കരുത്. നമ്മൾ ഈ വോട്ടൊക്കെ ചോദിച്ചു ചെല്ലുമ്പോഴേ നിങ്ങളിപ്പോഴും ഭയങ്കര തല്ലുപിടുത്തമുള്ളതെന്ന് പറയുന്ന സംഭവത്തിൽ നിന്നും അറിയാം. വേറെ കുഴപ്പമൊന്നും കോൺഗ്രസിന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നമുക്കിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരായിരിക്കും. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് ആ ഒരു സർക്കാർ ഇപ്പൊ താഴത്തേക്ക് പോകുന്ന പോലെ ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് കെ കരുണാകരനാണ്. ലീഡറാണ് എൻ്റെ ഫേവറേറ്റ് നേതാവ്. ഉമ്മൻചാണ്ടി സാറിന് ഇഷ്ടമായിട്ടല്ല, ഇഷ്ടമാണ്. അതിന് സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. എന്ത് സഹായ? ഇലക്ഷനൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്തൊന്നും ഒന്നും ഉണ്ടായില്ലല്ലോ ഇലക്ഷനൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറൊക്കെയാണ് നമ്മളെ സഹായിച്ചതൊക്കെ ചെയ്തത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാറും കെ കരുണാകരൻ ഒക്കെ ഇഷ്ടപ്പെട്ട നേതാക്കളാണ്. അവരെയൊക്കെ ആരാധനയോട് കാണുന്ന ഒരാളാണ് ഞാൻ. അവരോടൊക്കെ ഇപ്പോഴും ആരാധന ഉണ്ട്. കെ മുരളീധരനായാലും രമേശ് ചെന്നിത്തല ആയാലും
ഇപ്പൊ യുവതലമുറയിലുള്ള ഷാഫി പറമ്പിൽ, ഹൈബീഡൻ, അൻവർ സാദത്ത്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും ഭയങ്കര സൗഹൃദമുള്ള ആൾക്കാരാണ്. എല്ലാവരും സൗഹൃദമുള്ള ആൾക്കാരാണ്. നമ്മൾ പാർട്ടി പരിപാടികളും